ഏറെ ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും സുല്ലമുസല്ലാം സ്ഥാപനങ്ങളുടെ പ്രിയങ്കരനായ മേധാവിയുമായിട്ടുള്ള മാനേജർ പ്രൊഫസർ NB അബ്ദുറഹ്മാൻ സാഹിബ്, അഭിവന്ദനായ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ഇത്ര വിഷനറി ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലിനെ ഈ ടീച്ചേഴ്സ് ഡേയിൽ ഞാനൊന്ന് ആദരിക്കണം എന്ന് ആഗ്രഹിക്കുക. സാധാരണ കോളേജിൽ നിന്ന് കുട്ടികളോട് നമ്മളൊക്കെ കേട്ടുകേൾവിയുള്ള ഒരു കാര്യം പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രിൻസിപ്പൽമാരാണ്. ഇവിടെ പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രിൻസിപ്പലാണ് എന്നതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇന്നത്തെ അതിഥികളായി ഈ സ്ഥാപനത്തിൻ്റെ തന്നെ കുട്ടികളായിട്ടുള്ള പ്രിയപ്പെട്ട അജ്മലും അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കേരളത്തിലെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നതിലപ്പുറത്ത് CS എന്നതിലപ്പുറത്ത് അദ്ദേഹം ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ വളർത്തുന്നതിൽ വലിയ തോതിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ട ആഷിഖ്, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, എൻ്റെ ഏറ്റവും പ്രിയമുള്ളവർ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ അതിശയത്തോടു കൂടിയാണ് ഈ ക്യാമ്പസിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സുല്ലമുസല്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ച് ഞാൻ കേട്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് എല്ലാം കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ ഒരു കോളേജ് എന്ന നിലയിലെ സാധാരണ കോളേജായിട്ടായിരുന്നു. പക്ഷെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കോൺക്ലേവ് നടത്തിയപ്പോൾ, സമ്മിറ്റ് നടത്തിയപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യം, കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ ഒരു കോളേജ് അല്ല സുല്ലമുസല്ലാം, ഇതൊരു അസാധാരണ കോളേജാണ് എന്നുള്ളതാണ്. യു ആർ സോ ലക്കി ടു ബി ഹിയർ ബിക്കോസ് നിങ്ങൾ അങ്ങനത്തെ ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എന്നത് ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന നിലക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും അവസരവുമായി നിങ്ങൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ആദ്യമായി നമ്മൾ ഇവിടുത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചാണ് പ്രിൻസിപ്പൽ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഒരു കോളേജിൻ്റെ പരമ്പരാഗത രീതികളെ ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും മനോഹരമായി മറികടക്കുകയാണ്. നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഷനെയാണ് നിങ്ങൾ അട്ടിമറിച്ചിരിക്കുന്നത്. അരീക്കോടിനെ കുറിച്ച് വളരെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പറയാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അരീക്കോട് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഒക്കെ ഉള്ള സ്ഥലമാണ് എന്നുള്ളത്. എന്നാൽ സുല്ലമുസലാമിൻ്റെ ഒരു കാലത്തെ പ്രവർത്തനം, വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകളുമാണ് അത്തരത്തിലുള്ളൊരു ജനറേഷനെ സൃഷ്ടിച്ചതെങ്കിൽ ആ ജനറേഷൻ്റെ പേരക്കുട്ടികൾ ഇന്ന് അതിലും വലിയൊരു അത്ഭുതം സുല്ലമുസലാമിലൂടെ ഉണ്ടാക്കുകയാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്, എസ്പെഷ്യലി ഇൻ AR ആൻഡ് VR. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് യൂണിവേഴ്സിന് പകരം ഒരു മെറ്റാവേഴ്സ് ഉണ്ടാകുന്നു. മനുഷ്യൻ്റെ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും മാറുന്നു. AI എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജി എന്നതിൽ അപ്പുറം ഒരു ട്രാൻസ്ഫോർമേഷനായി മാറുന്നു. ഇറ്റ് ഇസ് നോട്ട് എ മിയർ ടെക്നോളജി. AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ് ചിന്തകളുടെ, അഭിരുചികളുടെ, ലോകത്തിൻ്റെ പുതിയ കാലത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് AI ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് US പോയപ്പം AI ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്ന ഒരുപാട് അവസരങ്ങളെ, ടൂളുകളെക്കുറിച്ച്, ആപ്പുകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് AIയുടെ. നമ്മൾ സാധാരണ ChatGPT ഉപയോഗിക്കുന്നവരാണ്. പെർപ്ലക്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് അതിഗംഭീരമായി, ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ബഹുമാന്യനായ നമ്മുടെ കുട്ടി അഹമ്മദ് സാഹിബിൻ്റെ മരണം ഉണ്ടായിരുന്നു. അപ്പം ഞാനിതൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് പ്ലീസ് റൈറ്റ് ആൻ ആർട്ടിക്കിൾ അബൌട്ട് ഫോർമർ കേരള മിനിസ്റ്റർ കുട്ടി അഹമ്മദ് കുട്ടി ഇൻ മലയാളം എന്ന് പറഞ്ഞു. അതിമനോഹരമായ മലയാളത്തിൽ കുട്ടി അഹമ്മദ് കുട്ടീനെ പറ്റി എനിക്കൊരു ഗംഭീരമായ ലേഖനം പെർപ്ലക്സിറ്റി അപ്പം തന്നെ എഴുതി തന്നു. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ വളരെ മാറുന്ന ഈ പുതിയ കാലത്ത് ആളുകൾ പറയും
നിങ്ങൾക്ക് ഈ ടെക്നോളജി വികസിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് പറയാം അല്ലേ? നിങ്ങൾ സാധാരണ കേൾക്കാറുള്ള അതല്ലേ? AI വരുമ്പോൾ ജോലി പോകാം അല്ലേ? റോബോട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ വരാം. ഇതൊക്കെ ബേസ്ലെസ് ആണ്. ഒരു ജോലിയും ലോകത്ത് പോകുന്നേ ഇല്ല. ജോലി റീപ്ലേസ് ചെയ്യുകയല്ല, ഡിസ്പ്ലേസ് ചെയ്യാൻ പോവാണ്. ഒരു തരത്തിലുള്ള ജോലി മറ്റൊരു തരത്തിലുള്ള ജോലിയായി മാറുന്നു എന്ന വ്യത്യാസമല്ലാതെ ലോകത്തൊരിക്കലും ജോലി നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാവാനേ പോകുന്നില്ല. നമ്പർ 1. സെക്കൻഡ് 1, നമ്മളെല്ലാവരും വിചാരിക്കും ഇനി മനുഷ്യന് ആവശ്യം ഉണ്ടാവുമോ അല്ലേ? നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ മനുഷ്യനില്ലാതാകും, മനുഷ്യൻ അപ്രധാനമാകുമെന്ന്? ഇറ്റ് വിൽ നെവർ ഹാപ്പൺ. ലോകത്ത് എന്ത് ടെക്നോളജി ഉണ്ടാക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനാണ് ലോകത്തെന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാവുക. നമ്മൾ എത്ര വലിയ ഉയരങ്ങളിലുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടുപിടിച്ചാലും അതിനപ്പം തന്നെ അതിനേക്കാൾ മീതെ പറക്കുന്നതായിരിക്കും മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ ബ്രെയിൻ അപ്രത്യക്ഷമാവില്ല, അപ്രസക്തമാവില്ല. അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും ഡൊമിനേഷനിലേക്ക് നിൽക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഇതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. AI വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ ടെക്നോളജിയോടൊപ്പം നമ്മൾ വികസിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിവിടെ ലാബ് സ്റ്റാർട്ട് ചെയ്യാണ്, അത് രണ്ടും ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണെന്നാണ് NV ഇവിടെ പറഞ്ഞത്. ഒന്ന് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്, മറ്റൊന്ന് വെർച്വൽ റിയാലിറ്റിയാണ്. യു നോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഞാൻ അതായിരുന്നു ചോദിക്കാൻ ശ്രമിച്ചത്, പക്ഷേ ആ വോയിസ് അത്ര ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിനെ, നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു വേൾഡിനെ നേരെ വെർച്വലിലേക്ക് കൊണ്ടുപോയാണ് വെർച്വൽ റിയാലിറ്റി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ അല്ല. വെർച്വൽ VR നമ്മൾ കാണുന്നത് ഒന്നും എന്തല്ല, ഒറിജിനൽ അല്ല. അതൊരു വേറെയാണ്, വേറൊരു ലോകമാണ്. വെർച്വൽ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. എന്നാൽ AR എന്താ ചെയ്യുന്നത്? ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ ടൂൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു ടൂളിനെ ഉപയോഗിച്ച് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് നേരത്തെ ഇവിടെ ബയോളജിയിലെ കുറച്ച് പാർട്ടാണ് ഇവിടെ കാണിച്ചതെങ്കിൽ, ARൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതെങ്കിൽ, നിങ്ങളത് ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ അതിനൊരു 3D ഡയമെൻഷനിലേക്ക് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ലോകത്ത് കാണുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ AI വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആവശ്യമുള്ള പല കാര്യങ്ങളും സ്കെയിലബിൾ ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു HR-ൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കോൾ സെൻറ്റർ ഉദാഹരണമായിട്ട് വെക്കാം. അവിടെ ഒരു 50 പേര് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കോൾ സെൻറ്ററിനെ ഒരേ തരത്തിലുള്ള കോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ആളുകൾക്ക് കൺവേ ചെയ്യാവുന്ന രീതിയിലേക്ക് AIൻ്റെ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ ആസ് ഓഫ് എ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഒരു പുതിയ സാധനം വരുന്നു, ഒരു കോൾ സെൻറ്ററിലെ പുതിയ ആൾ വരുന്നു. അപ്പോൾ അവിടുന്ന് ഹ്യൂമൻ ഇൻട്രാക്ഷൻ കുറയുന്നു എന്നതിനർത്ഥം മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നു എന്നല്ല, ഇറ്റ് വിൽ ഡിസ്പ്ലേസ്. നിങ്ങൾ വേറൊരു തരത്തിലേക്ക് നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ അവസരങ്ങളെയും കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ നിങ്ങളൊരു കോൾ സെൻറ്ററിൻ്റെ മാനേജർ ആക്കുന്ന പണിയാണ് AI ചെയ്യുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ ടെക്നോളജിയുടെ ടൂളുകളെല്ലാം വരുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാവുകയാണ്. നമുക്ക് കുറച്ച് ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചാൽ മതി. പറഞ്ഞത് ഞങ്ങൾ സ്കെയിലപ്പ് എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഞാൻ കുട്ടികളെ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിലെ ഏത് മനുഷ്യൻ എത്തിപ്പെട്ട ഉയരങ്ങൾ നിങ്ങൾ കാണുമ്പോഴും, നിങ്ങൾ സുക്കർബർഗിനെ കാണുമ്പോൾ, നിങ്ങൾ വളരെ 30 വയസ്സിന് താഴെയുള്ള ഓൺട്രപ്രണേഴ്സിനെ കാണുമ്പോൾ, ലോകം മുഴുവൻ ഭരിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അമേരിക്കയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇത് അരീക്കോടും കൂടി സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും സാധിക്കും. ലോകത്ത് നമുക്കാർക്കും, നിങ്ങൾ ഇഫ് യു ഹാവ് ഒരു എന്താ പറയുക, അത്ര ശക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ കഴിയും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ നോക്കൂ എത്ര മനോഹരമായിട്ട്, ഒരു പക്ഷേ എത്ര പ്രസ്റ്റീജിയസ് ആയ കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്
നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഇവിടെയുണ്ട് എന്നതാണ് ഈ സുല്ലമുസ്സലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ ഇൻക്യുബേറ്ററിനെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ നല്ല വണ്ണം R&D ചെയ്യാം, അല്ലേ? നല്ല റിസർച്ച് ചെയ്യാം. എന്താണ് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ്? ഞാൻ പറയുന്നത് ഇവിടുത്തെ എല്ലാ കുട്ടികളും തേർഡ് ഇയറിൽ പോകുമ്പോൾ ഒരു കമ്പനീൻ്റെ ഓണറായിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്ലാൻ നമ്മളുടെ നമുക്കൊരു നല്ല ടീം നിങ്ങൾ എന്നെ സെറ്റ് ചെയ്യുന്നു. ആ ടീം ഒരു നല്ല ബിസിനസ് ഐഡിയനെ കുറിച്ച് ആലോചിക്കുന്നു. ഇപ്പോൾ ആഷിഖിനെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും കൊണ്ടുതരാൻ പറ്റുന്ന ആളുകളാണ്. പക്ഷേ ഇഫ് ദർ ഇസ് എ ഐഡിയ ദർ ഷുഡ് ബി എ ചാൻസ്. നിങ്ങൾക്കൊരു ഓപ്പണിംഗ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് കൊണ്ടുതരാൻ പറ്റുന്ന ഇഷ്ടം പോലെ ആൾ. ഇന്നലെ രാവിലെ ഞാൻ കോഴിക്കോട് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ജൂഡി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ജൂഡി അല്ലേ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഷെരീഫ് പറഞ്ഞ ഇബാദൊക്കെ വന്നിരുന്നു കോഴിക്കോട്. ഞാൻ അവരുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ ഡിസ്കഷനിൽ അവർ പറഞ്ഞത് അവരെടുത്ത് ഇപ്പം 150 കോടി ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷേ ഐഡിയ പിച്ച് ചെയ്ത് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പം ഞങ്ങളെടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ തരാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. പൈസ എത്ര വേണമെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്തോളാം. നിങ്ങളെടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ തരൂ. നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ചുറ്റുപാടും ആളുകളുണ്ട്. അപ്പം ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മുടെ അക്കാഡമിക്സിനും ലാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉഷാറാണ്, പക്ഷെ പണിക്ക് നമ്മൾ പറ്റൂല. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ PG കഴിഞ്ഞാലും ഒരു ഇമെയിൽ അയക്കാൻ അറിയാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി ഇല്ലാത്തത് കൊണ്ടല്ല. ഒരു പക്ഷേ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന പോലെ ഇംഗ്ലീഷുകാർ പോലെ ഭാഷ പഠിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടോ? ഇത്രയും വലിയ ഗ്രാമർ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇതൊന്നും ഇംഗ്ലീഷുകാർ പഠിച്ചിട്ടില്ല, ഒരു സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ സ്പെല്ലിങ് തെറ്റുന്നതിനെ പറ്റി, ഗ്രാമർ തെറ്റുന്നതിനെ പറ്റി, സംസാരിക്കുമ്പോൾ പിഴവ് പറ്റുന്നതിനെ പറ്റി, വാട്ട് ഈസ് ദ ലാംഗ്വേജ്? എന്താണ് ഭാഷ? ഞാൻ പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അതിൻ്റെ ഗ്രാമർ നൺ ഓഫ് ദ മാറ്റർ. ഗ്രാമർ ശരിയായിരിക്കണമുണ്ടോ? ഇംഗ്ലീഷ് മാഷ്മാർ എന്നോട് ചൂടാവണ്ട. ഈ ഗ്രാമറൊന്നുമല്ല. നിങ്ങൾ ആരും ഗ്രാമർ പഠിക്കുകയും വേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഇത് യൂസ് ചെയ്യാൻ പഠിക്കലും മാത്രമാണ്. ഉപയോഗിക്കാൻ ശീലിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ച് ലോകത്തെ എല്ലാ സംഗതിയും ഇംഗ്ലീഷാണെന്നും വിചാരിക്കേണ്ട. ഞാൻ അമേരിക്ക പോയപ്പോഴാണ് ഇംഗ്ലീഷ് ഒരു ചുക്കിനും പറ്റൂല എന്ന് മനസ്സിലായത്. കാരണം അവിടെ സ്പാനിഷുകാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവിടെ റഷ്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവിടെ ചൈനക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ലാംഗ്വേജ് എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു ആശയവിനിമയത്തിനുള്ള ഒരു ടൂൾ മാത്രമാണ്. ഇതിനൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ഒരിക്കലും കാണണ്ട. നിങ്ങളുടെ സ്കില്ലാണ് പ്രധാനം. ഇപ്പം ഞാൻ ആസ് എ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്, മൈ ഫോക്കസ് ഈസ് ടു എംപവർ പീപ്പിൾ. നമുക്ക് മനുഷ്യരെ എംപവർ ചെയ്യാൻ പറ്റണം, അല്ലേ? നമുക്ക് വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ഡെവലപ്മെൻറ്റ്? നമ്മൾ ഇത്രയും കാലം വികസനം എന്ന് പറയുമ്പോൾ നമ്മളെ മുമ്പിലേക്ക് വരിക റോഡ്, പാലം, സ്കൂള്, കെട്ടിടം, അല്ലേ? ഇത് വികസനം അല്ല എന്ന് ഞാൻ പറയുന്നല്ലേ. ഇൻഫ്രാസ്ട്രക്ചർ ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ബട്ട് അത് മാത്രമാണോ വികസനം? നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് മേലെ കയറാൻ പറ്റുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വികസനം എന്ന് വിളിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ ഓരോ കുട്ടിയുടെയും ജീവിത സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ഡെവലപ്മെൻ്റാണ് നടക്കേണ്ടത്. ഇപ്പം നാട്ടിലിപ്പം പലപ്പോഴും ഈ ടെക്നോളജി വരുമ്പോൾ, ഞാനത് പൊളിറ്റിക്കലായിട്ട് വിചാരിക്കേണ്ട, ടെക്നോളജി വരുമ്പോൾ ഒക്കെ അതിനെ എതിർത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പം ഇന്ന് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ലോകത്ത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു മാറ്റവും ലോകത്ത് സംഭവിക്കില്ല. ചേഞ്ച് മാത്രമാണ് മാറ്റമില്ലാത്തതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. മാറ്റം മാത്രമാണ് മാറാതെ നിൽക്കുന്ന കാര്യം. മാറിക്കൊണ്ടേയിരിക്കണം മനുഷ്യൻ. അവൻ്റെ ചിന്താഗതി ഞാൻ ഇന്നലെ വിചാരിച്ചതേ ഞാൻ മരിക്കോളും വിചാരിക്കൂ എന്ന് വിചാരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ഇന്നലെ വിചാരിച്ചതല്ലെന്ന് വിചാരിക്കേണ്ടത്. നമ്മളെ നിലപാടുകൾ, ആശയങ്ങളൊക്കെ വിസ്തൃതമാകണം. അതിന് നിങ്ങൾക്ക് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ അറിവ് വളരെ പ്രധാനമാണ്, നിങ്ങളുടെ സ്കില്ല് വളരെ പ്രധാനമാണ്, നിങ്ങൾക്കുള്ള അതിനുള്ള ഡിറ്റർമിനേഷൻ വളരെ പ്രധാനമാണ്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മനോഹരമായ ഒരു ക്യാമ്പസിൽ നമ്മൾ ജീവിക്കുമ്പോൾ
നമ്മളുടെ ടെക്നോളജിയുടെ അപ്ഡേഷനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു ക്യാമ്പസിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പസിനെ ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നവരാകണം. ഇപ്പോൾ നിങ്ങളുടെ അലൂമിനിയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, നാളെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് തന്നെ അത് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. നിങ്ങൾ അലൂമിനി ആയിട്ടല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻഷിപ്പിൽ തന്നെ ഓൺട്രപ്രണേഴ്സായി മാറാൻ സാധിക്കുന്നവരാകണം. ഓൺട്രപ്രണർഷിപ്പാണ് ഇനി ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു കാര്യോട് പറയാം, ടെക്നോളജിയെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇപ്പം നിങ്ങൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ജോബിനെയും, ഏതൊരു കച്ചവടം, ഒരു ചായക്കട നടത്തുന്ന ഒരാൾക്ക് അതിനെ ടെക്നോളജിയായിട്ട് ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ചായക്കട 10 ചായക്കട മാറ്റാൻ പറ്റും. അതാണ് സ്കെയിലപ്പ് എന്ന് പറയുന്ന സംഗതി. ആ ആശയമാണ് പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശയങ്ങളെ സ്കെയിൽ ചെയ്യുക, ആകാശത്തോളം വളർത്തുക. ആ വളർത്തുന്നതിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും, വലിയ ഐഡിയാസ് പിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ട്, അവരുടെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ നമുക്ക് അത്ഭുതകരമായി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ടൂറിസം വളരെ ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ ആണ്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ VR വന്നപ്പം ഇപ്പം നിങ്ങളൊരു ഒരാളോട് ഒരു യൂറോപ്പ് ട്രിപ്പിനെ കുറിച്ച് പറയാണ്, ഒരു ഫാമിലി നിങ്ങളെടുത്തൊരു ഒരു ടൂർ പാക്കേജ് എടുക്കാൻ വന്നു. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങൾക്ക് VR യൂറോപ്പിൽ അവർ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാം, എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്ക് നേരെ പോകാം. എത്ര സിമ്പിളായി. ടെക്നോളജി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആവുകയല്ല, കൂടുതൽ ലളിതമാവുകയാണ് ചെയ്യുന്നത്. ഒരു ടെക്നോളജിയും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, നമ്മളെ കൂടുതൽ എളുപ്പത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെക്നോളജിയെ റെസിസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കരുത്. ഞാൻ ഒരിക്കലും ഒരു കുട്ടിയോടും പറയില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന്. നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാതിരിക്കരുത്. നിങ്ങൾ ഒരിക്കലും ലിങ്ക്ഡിൻ ഉപയോഗിക്കാതിരിക്കരുത്. നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്ക് ഉപയോഗിക്കാതിരിക്കരുത്. നിങ്ങൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ഇൻസ്റ്റയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അത് ചെലവഴിക്കുന്നത് പോലെ ചെലവഴിച്ചാൽ അതെന്നെ പൈസയായി മാറും, ഇല്ലേ? നിങ്ങളൊരു വീഡിയോ പോലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന നിങ്ങളുടെ ഒരു സംഭാഷണം പോലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ലോകമാണിത്. ആയിരക്കണക്കിന് വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അത് ടെക്നോളജിയെ കണക്ട് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു വലിയ കാര്യമാണ് റൈസ് എന്ന പേരിൽ ഈ ഇൻക്യുബേഷൻ സെൻറ്ററിലൂടെ വിഭാവനം ചെയ്ത്, അല്ലേ? ആ റൈസ് നിങ്ങളുടെയൊക്കെ ഒരു പാർട്ടാവണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുക, എന്തെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതാണ് ബിസിനസ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള തോട്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിനെ നമുക്ക് എങ്ങനെ എളുപ്പത്തിലാക്കാം? നിങ്ങൾ റിസർച്ച് ചെയ്യൂ, നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നാലെ സഞ്ചരിക്കൂ. അങ്ങനെ നിങ്ങൾ നേടുന്ന ആശയത്തെ നിങ്ങളൊന്നുകൂടി സ്ട്രോങ് ആക്കി മാറ്റൂ. അത് നിങ്ങൾ ആർക്കെങ്കിലും മുമ്പിൽ അവതരിപ്പിക്കൂ. അതിന് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനൊരു ടീമിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ. അങ്ങനെ വന്നാൽ ഇതെല്ലാം സാധ്യമാകും. ഇന്ന് നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ മലയാളികളായ കുട്ടികൾക്കിടയിൽ നിന്ന് രൂപപ്പെടുന്ന 8 കമ്പനികൾ, അല്ലേ? ഒരുപാട് എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഫിൻടെക് കമ്പനികൾ. ഇപ്പം ഞങ്ങളെ പെരിന്തൽമണ്ണക്കാരനായ അനീഷ് അച്യുതൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് മലയാളികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ യൂണിക്കോണായി മാറിയത്. എനിക്കറിയാം, യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ 7000 കോടിയിലേറെ ആസ്തിയുള്ള ഒരു സ്ഥാപനമായി ഒരു സ്ഥാപനത്തെ മാറ്റിയത് അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. SSLC തോറ്റ 10ാം ക്ലാസ്സും ഗുസ്തി എന്ന് നമ്മൾ പറയൂലേ, അങ്ങനത്തെ ഒരു ചെക്കനാണ്. പക്ഷേ ഫിൻടെക്കിൽ ഒരു വലിയ പുലിയായി. ഫിൻടെക്കിൽ ഒരുപാട് റിസർച്ച് ചെയ്തു, ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു. പക്ഷേ ഇന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാ ബാങ്കുകൾക്കും അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് ഓപ്പണാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെ ലളിതമായി കഴിയുന്ന ഒരുപാട് ആശയങ്ങളെ നമ്മൾ കണ്ടെത്തി കോർത്തിണക്കി കൊണ്ടുപോകണം. അതോടൊപ്പം നമ്മുടെ നോളജും വളരെ പ്രധാനമാണ്. നോളജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ AR അല്ലെങ്കിൽ VR ലാബിൽ പോയിരിക്കുമ്പോൾ എന്താണ് AR എന്നും ഈ VR എന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയുമോ
അതെല്ലാം നമുക്ക് അക്കമുലേറ്റ് ചെയ്യാൻ സാധിക്കണം, ശ്രമിക്കണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും പുതിയതിനെ തേടി യാത്ര ചെയ്യണം. അത്ര ശക്തമായ യാത്രകൾക്കൊടുവിൽ മാത്രമേ നമുക്കിതൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നിരന്തരമായി അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അതോടൊപ്പം അക്കാഡമിക് സ്കില്ലുള്ള കുട്ടികളുണ്ടാവും. എല്ലാവരും ഓൺട്രപ്രണർ ആവേണ്ട ആളുകളല്ല, എല്ലാവരും IAS ഓഫീസേഴ്സ് ആവേണ്ട ആളുകളല്ല, എല്ലാവരും ടെക്നോളജിയിലേക്ക് മാത്രം പോവേണ്ട ആളുകളല്ല. നല്ല ലിറ്ററേച്ചറിൽ താല്പര്യമുള്ളവർ, ഇപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊക്കെ ഒരു USP ഉണ്ട്, എല്ലാവർക്കും ഒരു USP ഉണ്ട്. ആ നിങ്ങളുടെ USP എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അതിനെ നിങ്ങൾ നറിഷ് ചെയ്യണം. അതിനെ നറിഷ് ചെയ്ത് നിങ്ങളുടെ അവസരത്തെ നിങ്ങൾ കണ്ടെത്തണം. അപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി മാത്രം പറയാണ്. നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ, നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ, നന്നായിട്ട് ഡിജിറ്റൽ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ, നന്നായിട്ട് ലിറ്ററേച്ചറുള്ള കുട്ടികൾ, ഇവരെല്ലാം ചേർന്നാൽ ഒരു നല്ല മനോഹരമായൊരു നമുക്കൊരു മീഡിയ ഹൗസാകും. അപ്പോൾ സുല്ലമസ്സലാമിൻ്റെ മീഡിയ ഹൗസ് ഞാനിന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങുകളെല്ലാം നിങ്ങളുടെ അനുവാദത്തോടെ ഇവിടെ തുടങ്ങി വെച്ച് അറിയിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ആകാശങ്ങളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ വിക്ടറി. ഒരു വിജയവും കുറുക്കു വഴിയിലൂടെ ഉണ്ടായതല്ല. എല്ലാ വിജയത്തിനും ഇപ്പം ആഷിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആഷിക്ക് ഇത്ര ഉയർച്ചയിലേക്ക് എത്താൻ ആഷിക്ക് എടുത്ത എഫേർട്ട് ഉണ്ട്. ഫാറൂഖ് കോളേജിൽ ആഷിക്കും സമീറും കൂടി ഒപ്പം പഠിച്ചാണെന്ന് പറഞ്ഞു. അന്ന് കണ്ട കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് പിറകെയുള്ള നിരന്തരമായ യാത്രകളുണ്ട്. ആ യാത്രകളിലെ നിരന്തരമായ തിരിച്ചടികളുണ്ട്. ഇതൊന്നുമില്ലാണ്ട് നമുക്ക് ഡിഫൻഡറിൽ വരാമെന്ന് വിചാരിക്കണ്ട. ആഷിക്ക് ഡിഫൻഡറിൽ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതൊന്നും ഇല്ലാണ്ട് ഡിഫൻഡറിൽ വരാനാവില്ല. ഇതിന് കുറച്ച് പണിയെടുക്കണം, നയിപ്പുണ്ട്. ആ അധ്വാനം എന്ന് പറയുന്നത് ദർ ഇസ് നോ ഷോർട്ട് കട്ട്. അതിനൊരു കുറുക്കു വഴിയുമില്ല. അതിന് നയിക്കന്നെ വേണം. വീഴണം, വീണോനെ എണീറ്റിട്ടുള്ളൂ. അതുകൊണ്ട് വീഴാതെ എണീക്കാൻ പറ്റില്ല. നമ്മുടെ ഓരോ വീഴ്ചയും നമ്മുടെ എണീക്കാനുള്ള എനർജിയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ഓരോ തിരിച്ചടിയും മുന്നോട്ട് പോകാനുള്ള പുതിയ എൻത്യൂസിയാസം നിങ്ങൾക്ക് സൃഷ്ടിക്കണം. നിങ്ങൾ വിചാരിച്ചിടത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക. സുല്ലമസ്സലാമിന് എല്ലാ വിജയാശംസകളും. നന്ദി. അസ്സലാമു അലൈക്കും.